മലയാള സിനിമയിൽ ഒരുപക്ഷെ മലയാളിയുടെ ഏതൊരു സന്തോഷത്തിലും സിനിമയിലെ വേഷപ്പകർച്ച കൊണ്ട് ആഘോഷമാക്കി മാറ്റിയ ഒരാൾ. മീശമാധവനായും കല്യാണരാമനായും വാളയാർ പരമശിവമായും ഒക്കെ ഇനി എത്രയൊക്കെ കഴിഞ്ഞാലും ബൊബ സിനിമയിൽ വിനീതേട്ടൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ഇത് പുതിയ പിള്ളേരുടെ കാലഘട്ടമാണെന്നുള്ളത്. ഇനി എത്രയൊക്കെ പിള്ളേർ വന്നാൽ പോലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് കൂട്ടിയുറപ്പിച്ചുകൊണ്ട് മലയാളി മനസ്സിലെ ആഘോഷങ്ങളുടെ സന്തോഷങ്ങളുടെ ഒരേ ഒരു ജനപ്രിയ നായകൻ ദിലീപേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശരിക്കും ഈ പ്രസ് മീറ്റ് വളരെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ശരിക്കും കഴിഞ്ഞ 2-3-4 ദിവസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്തതാണ്. അപ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും മലയാള സിനിമയുടെ അഭിമാനമായിരുന്ന നമ്മുടെ ശ്രീനേട്ടൻ നമ്മളെയൊക്കെ വിട്ടുപോയത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കുറച്ച് വൈകി. അങ്ങനെയാണ് ഇന്നാണെങ്കിലും നിങ്ങളൊക്കെ ആയിട്ട് നേരിട്ട് സംസാരിക്കാം എന്നൊരു തീരുമാനത്തിലെത്തിയത്. അതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിച്ച ഒരുപാട് പേര് ഇന്നിവിടെ വന്നിട്ടില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ധ്യാൻ ശ്രീനിവാസൻ. ധ്യാന് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഗംഭീരമായിട്ടൊരു പ്രസ് മീറ്റ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാമെന്നുള്ളതായിരുന്നു. പക്ഷേ ധ്യാനും വിനീതിനൊന്നും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇന്ന് നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് 2020 പടം കഴിഞ്ഞിട്ട് ഓരോ സീനിലും പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന വേറൊരു സിനിമയുടെ ഒരു രൂപമാണ് ബബ്ബ അതിലൂടെ നമ്മൾ കണ്ടത്. അതിൻ്റെ കഥ ഫാഗിനും നൂറും എന്ന് പറഞ്ഞപ്പോൾ ഇത് വേറൊരു ജോണറിൽ സംഭവിക്കുന്നൊരു സിനിമ. ഇത് സിനിമ എന്നല്ല, ഒരു എന്താ പറയുക, തിയേറ്ററിൽ ഹരമുണ്ടാക്കുന്ന ഒരു ഫാൻ മെയ്ഡ് മൂവി. ഒരു ലോജിക്കും ഇതിനകത്തില്ല. അത് നമ്മൾ ആദ്യമേ തന്നെ കഥ കേട്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇതിൽ ലോജിക്കൊക്കെ പിടിക്കാൻ പോയാൽ ഭയങ്കര കുഴപ്പമാണ്, ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ തന്നെ നമ്മൾ നോ ലോജിക് എന്നുള്ളത് പറഞ്ഞത്. ലാലേട്ടൻ തന്നെ ഇതിനു മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സിനിമയെ കീറിമുറിക്കുന്ന രീതിയിൽ, അത് സിനിമയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾ ഈ സിനിമ കാണാൻ വന്നാൽ അവർക്ക് ദഹിക്കില്ല, അങ്ങനെയുള്ള ഒരു സിനിമ കാണണ്ട എന്നുള്ള രീതിയിൽ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു അവകാശവാദങ്ങളും ഇല്ലാതെ തിയേറ്ററിൽ ആഘോഷമാക്കുക. നമ്മൾ ധനജയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങളൊക്കെ നിങ്ങളുടെ സിനിമകൾ കണ്ടിട്ട് നമ്മൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വീണ്ടും ചെയ്തു തരണം. അതെനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ലാലേട്ടനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു. കാരണം തിയേറ്ററിലൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ആവേശം, ആ സന്തോഷമൊക്കെ നമ്മൾ കണ്ടാണ്. ഒരു വലിയ ഗ്രാൻഡിയറിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ടീച്ചർ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരിലും ഒരു ഭ്രാന്തനുണ്ട് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതം ശരിക്കും പറഞ്ഞ ഒരു നൂലുമേക്കൂടി ഉള്ളതാണ്. അങ്ങോട്ട് പോയാൽ ഭ്രാന്ത്, ഇങ്ങോട്ട് വന്ന നോർമൽ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ ഒരു വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സിനിമ തുടങ്ങിയിരിക്കുന്നത്. ഈ സിനിമ ആഘോഷിക്കാനുള്ള സിനിമയാണ്. എനിക്ക് തോന്നുന്നു 8-10 വർഷങ്ങൾക്കിടയിൽ തിയേറ്ററിൽ പ്രേക്ഷകരും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന താരങ്ങളും തമ്മിൽ വെച്ചാൽ പ്രേക്ഷകർ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അതിലെ ഓരോ ആൾക്കാർ വരികയും അവർ പറയുന്ന തമാശകളോ അല്ലെങ്കിൽ കാര്യം പറഞ്ഞാൽ അതൊക്കെ ഇവരും അതിൻ്റെ പാർട്ടാവുക. സ്ക്രീനിൽ ഡാൻസ് നടക്കുന്ന സമയത്ത് തിയേറ്ററിൽ യങ്സ്റ്റേഴ്സ് എല്ലാവരും ഇറങ്ങി നിന്ന് ആ ഡാൻസ് കളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാലമായിട്ട് നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിലെ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ മറഞ്ഞു തുടങ്ങിയിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ആ ആവേശം ശരിക്കും നമ്മൾ തിയേറ്ററിൽ ഭയങ്കര ഒരു എന്താ പറയുക, ആഘോഷം, ഒരു ഉത്സവം നടക്കുന്ന പോലെയുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുക. ഇപ്പം ഞാൻ പല തിയേറ്റർ വിസിറ്റ് പോലെ ഒന്ന് പോവുകയുണ്ടായി. അപ്പോഴൊക്കെ പലരും വന്ന് പറഞ്ഞ്, ഞങ്ങൾ എത്ര കാലമായി എന്നറിയാം ഇതുപോലെ സിനിമ രസിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുകയും അതിന് ചുക്കാൻ പിടിച്ച് അല്ലെങ്കിൽ അതിന് വേണ്ടി ആ സിനിമ നിർമ്മിക്കാൻ തയ്യാറായ ഗോപാലേട്ടനെയും, ഗോകുലം മൂവീസിൻ്റെ ഗോപാലേട്ടനെയും
കൃഷ്ണമൂർത്തിയെയും മറ്റുള്ള ബൈജു ബായ്, ഗോപാലേട്ടൻ്റെ മകൻ, അതുപോലെ പ്രവീൺ, ഇവരെയൊക്കെ ഈ സമയത്ത് നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായത് അവരുള്ളത് കൊണ്ടാണ്. ഇത്രയും വലിയ ക്യാൻവാസിൽ. അതുപോലെ തന്നെ ധനഞ്ജയ്ക്ക് ഇത്രയും താരങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന് സിനിമ ഉണ്ടാക്കാൻ പറ്റിയതും ഈ ഒരു ബാനറിൻ്റെ കീഴിലുള്ളത് കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതൊരു ക്യാമിയോ ചെയ്യുന്ന എസ് ജെ സൂര്യ സാർ. അപ്പം അവരുമൊക്കെ ഒരു ഗംഭീര സിനിമയുടെ ഭാഗമാവുക, ഒരു എൻ്റർടൈനർ, അല്ലാതെ നമ്മൾ മഹത്തരമായിട്ടൊന്നുമല്ല. ഈ ക്രിസ്മസ് കാലം ഒരു ഉത്സവമാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സിനിമ പ്രവർത്തകർ ചിന്തിച്ചിട്ടുള്ളത്. അപ്പം ആ ആഘോഷം ഇപ്പം നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ ചിന്തയുണ്ടായിരുന്നു. കാരണം ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നത് സിനിമയ്ക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ വന്നപ്പോൾ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രസ്സുമായിട്ട് സംസാരിക്കാം. കാരണം നിങ്ങൾ സിനിമ കണ്ട ആൾക്കാരാണ്. സിനിമ കണ്ടതിന് ശേഷമാണ് നമ്മളായിട്ട് സംസാരിക്കുന്നത്. അപ്പം നമ്മളിത് മറച്ചു വെച്ചിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്, നേരെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കൂടിക്കാഴ്ച നമ്മളിപ്പോൾ നടത്തിയിരിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിലും നമ്മൾക്ക് ഈ സിനിമ വലിയ ഒരു രീതിയിൽ, എനിക്ക് തോന്നുന്നത് ഞാൻ അഭിനയിച്ച ഒരു സിനിമ, ഇതിപ്പോൾ എൻ്റെ സിനിമ മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ധനഞ്ജയുടെ ആദ്യത്തെ സിനിമയാണ്. ഫാഹിനും നൂറും ചെയ്യുന്ന അവരെഴുതിയ ആദ്യത്തെ സിനിമയാണ്. അതുപോലെ ഈ സിനിമ കൊണ്ട് ഇതിൽ ലാലേട്ടനുണ്ട്, എസ് ജെ സൂര്യയുണ്ട്, അശോകേട്ടനുണ്ട്, ബാലു വർഗീസ് ഉണ്ട്, വിനീത് ഉണ്ട്, ധ്യാനുണ്ട്, ദേവേട്ടനുണ്ട്, സാൻഡി മാസ്റ്റർ ഉണ്ട്. അങ്ങനെ തുടങ്ങുന്നൊരു വലിയ നീണ്ട നിര തന്നെയാണ് ഈ സിനിമയിൽ. ശരണി ചേച്ചി തുടങ്ങിയ ഒരുപാട് ആൾക്കാർ നിങ്ങളെല്ലാം കണ്ടതാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ അതുപോലെ എടുത്തു പറയേണ്ട ഒരാൾ ബൈജു സന്തോഷ്. ബൈജുബായി ഇതിൽ വല്ല പ്രധാനപ്പെട്ട വേഷം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ഈ സിനിമ ഷൂട്ടിങ്ങിന് ആൾക്കാരെ കൊണ്ടുവരുന്നേക്കാളും വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിലേക്ക് എല്ലാവരും ഒത്തു കിട്ടുക എന്ന് പറയുന്നത്. പലരും ഷൂട്ടിങ്ങിലും ഒക്കെയാണ്. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് കഴിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മളെന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ടുകൾ വളരെ ആഗ്രഹിക്കുന്നു. മുന്നോട്ടും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്ത് ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ നമുക്ക് അടിച്ചു പൊളിക്കാൻ ആവട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രസ് മീറ്റ്. താങ്ക് യു. ഓക്കെ. ദിലീപേട്ട നമസ്കാരം. പപ്പമ്മ കണ്ടു ഗംഭീരമായിട്ടൊരു എന്താ പറയുക, ഈ പറഞ്ഞ ഒരു ആഘോഷിക്കാൻ പറ്റുന്ന, തിയേറ്ററിൽ നിന്ന് തുള്ളാൻ പറ്റുന്ന ഒരുപാട് സിനിമകൾ, നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടായ ഒരുപാട് നല്ല സിനിമയായിരുന്നു. അത് തന്നതിന് താങ്ക് യു. തിരിച്ച് നിങ്ങളോട്, കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞ വേർഡ്സ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങളാണ് ഈ പറയുന്ന നമ്മൾ ജനങ്ങളായിട്ടുള്ളതിൻ്റെയും നമ്മളിപ്പോഴത്തെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ളൊരു പാലമാണ് നിങ്ങൾ കറക്റ്റായിട്ട് അത് എത്തിച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്ക്. സിനിമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടേത് മാത്രമല്ല, ഇത് വലിയ കൂട്ടായ്മയാണ്. അതുപോലെ ഒരുപാട് കുടുംബങ്ങൾക്ക് വരെ ഗുണം ചെയ്യുന്ന, ഒരുപാട് കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് അത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഗുണകരമാകാവുന്ന കാര്യങ്ങളാണ്. എനിവേ, താങ്ക്സ്. അതുപോലെ ദിലീപേട്ട, ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർ നൽകുന്ന കയ്യടിയായിരിക്കും, അല്ലെങ്കിൽ അവർ തരുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും ഏറ്റവും വലിയൊരു റെക്കഗ്നൈസ്. അപ്പം ഇത്രയും സ്ട്രഗിളിങ് കഴിഞ്ഞ് ഞാൻ അന്ന് തിയേറ്റർ വൈസ് കവിതയും വന്നപ്പോൾ കണ്ടായിരുന്നു. ആ സ്റ്റേജിൽ കയറിയപ്പോൾ ദിലീപേട്ടനെ കണ്ണും നിറങ്ങിയൊരു നിമിഷം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഒരു കലാകാരന് കിട്ടിയ ഒരു അംഗീകാരം ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ആ വീഡിയോ കാണുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പ്രേക്ഷകൻ്റെ അത്രയും ഒരു ഫൈറ്റിംഗ് ഒക്കെ കിട്ടുന്ന ഒരു ആരവം ഉണ്ടല്ലോ, ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു അംഗീകാരമാണത്. ആ ഒരു മൊമെൻ്റ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അല്ല, ഒരു കലാകാരൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകനെ സംബന്ധിച്ച് അവർ അടിക്കുന്ന രണ്ട് കൈ കൂട്ടിയടിക്കുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, അത് ഞങ്ങൾക്കുള്ള എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമല്ല. അവരുടെ ആ സ്നേഹം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏകദേശം 10-30 വർഷമായിട്ട് ഈ കയ്യടി കൊണ്ട് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഏത് സമയത്തും എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന പ്രേക്ഷകർ. കാരണം അവരില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ആരുടെ മുമ്പിൽ ആടി തിമിർക്കാനാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു വലിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ്. എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ, അതുപോലെ എൻ്റെ ഡയറക്ടർ. ഇപ്പോൾ ഈ ഡയറക്ടറെ സംബന്ധിച്ച് ഒരു ധനഞ്ജയ് ഒരു ആദ്യമായിട്ടൊരു സിനിമ ചെയ്ത പോലെയല്ല. ഒരു പുതിയ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോൾ തന്നെ പതറിപ്പോവും.
പക്ഷേ അതിന് ഈ കഥ എന്നിലേക്ക് എത്തിച്ചത് വിനീത് ശ്രീനിവാസനാണ്. വിനീതാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ദിലീപേട്ട ഒരു കഥയുണ്ടെന്ന് കേട്ടു നോക്കൂ. കഥ എന്ന് പറയാൻ പറ്റില്ല, ഒരു സംഭവങ്ങളാണ്, അതൊന്ന് കേട്ട് നോക്കൂ, എന്നിട്ട് നമുക്കതെങ്ങനെയാണെന്ന് ആലോചിക്കാം. നമുക്കൊരു ഭ്രാന്തം പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഈ കാര്യം ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയത്. സിനിമ ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്, നമ്മളിതൊരു ഭ്രാന്തൻ പോക്കാണ്, ഇതിൻ്റെ ഫെയ്റ്റും നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അതിൽ ധനഞ്ജയുടെ ഇത് തന്നെയായിരുന്നു ഞാൻ ഇൻ്റർവൽ സീക്വൻസിൽ പാട്ടിടുന്ന വിഷയം. മിസ്റ്റർ ബട്ട്ലറുടെ പാട്ട് ഇടുമ്പോൾ അപ്പം ഞാൻ ധനഞ്ജയ് ഇത് നമ്മൾ ഏത് റിയാലിറ്റി ഷോയ്ക്ക് ചെല്ലുമ്പോഴും ഈ പാട്ട് ഇടുന്നുണ്ട്, അപ്പം അത് ജനങ്ങൾക്ക് എത്രത്തോളം സിനിമയിൽ വരുമ്പോൾ നമുക്കറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല ഏട്ടാ അത് കറക്റ്റാവും. അങ്ങനെ നമ്മൾ രണ്ട് പാട്ടും കൂടി എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ട് പാടി, കാരണം ആ പാട്ട് എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്ന ഒരു ഐറ്റം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പാട്ട് മാറ്റി കഴിച്ചേ. പക്ഷെ അതൊക്കെ ഗംഭീരമായിട്ട് തിയേറ്ററിൽ വർക്കൗട്ടായി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇതിപ്പോൾ ഇതിങ്ങനെ ഒരു സിനിമ, ഈ സിനിമയിൽ മാത്രമേ ഇമ്മാതിരി പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ധനഞ്ജയ്ക്കാണ് ഏറ്റവും ടെൻഷൻ, ധനഞ്ജയിൻ്റെ അടുത്ത സിനിമ എന്തായിരിക്കും എന്നുള്ളതാണ്. ഈ സിനിമ ഇപ്പോൾ നമ്മൾ ലാലേട്ടനെ ഏറ്റവും കൂടുതൽ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചു അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ വേറെ കുറച്ച് സിനിമയിലെ ചിന്തകളൊക്കെ ചിലപ്പോൾ അതിൽ വന്നിട്ടുണ്ടാവാം. അതുപോലെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നു. ഈ സിനിമയ്ക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പം അതൊക്കെ ഗംഭീരമായിട്ട് വർക്കൗട്ടായി. ഈ സിനിമയിൽ ഒരു നായികയില്ല, പക്ഷെ എനിക്ക് ലാസ്റ്റ് ഒരു നായിക തരാമെന്ന് പറഞ്ഞു, അതൊന്നും തന്നില്ല. പിന്നെ അപ്പോൾ ടൈലൻ്റൊക്കെ വേറെ തരത്തില്ലേ. എന്തായാലും എനിവേ നമ്മളെ സംബന്ധിച്ച് ഈ പറയണ 10 ഇപ്പം നമ്മുടെയൊക്കെ സിനിമകൾ വന്നാൽ 10 ദിവസം കൊണ്ട് വരുന്ന കളക്ഷൻ 3 ദിവസം കൊണ്ട് വന്ന് കയറുക എന്ന് പറഞ്ഞ പോലെ അത്രയും അധികം ആളുകൾ ഇത്രയും വൈഡ് റിലീസ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ റിലീസ് സംഭവിച്ച ഒരു സിനിമയാണിത്. 450 എത്രയോ സെൻറ്റേഴ്സിൽ 450 എത്രയോ സെൻറ്റേഴ്സിലുണ്ടായിരുന്നു. ഞാൻ പക്ഷെ അതിനൊക്കെ ഇങ്ങനെ അത്രയൊക്കെ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുള്ളൊരിതാണ്. ഒരിക്കലും ജനങ്ങൾ മറക്കത്തില്ല. നല്ല